വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. LBSന്റെ BSc നഴ്സിംഗ് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CPASന്റെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടെ ചെന്ന് കണ്ടു നോക്കുക. അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് LBSന്റെ BSc നഴ്സിംഗ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ച് സെക്യൂർ ചെയ്യേണ്ടതാണ്. ടോക്കൺ ഫീ 25,000 rupees ആണ് വരുന്നത്. SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറി സ്റ്റുഡൻസിന് മാത്രമാണ് 1000 rupees ടോക്കൺ ഫീ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ടോക്കൺ ഫീ അടച്ചാൽ മാത്രമേ നിങ്ങളുടെ സീറ്റ് സെക്യൂർ ആവുകയും നെക്സ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയും ഉള്ളൂ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് കുറെ പേരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് എപ്പോഴാണ്, കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോ എവിടെ നിന്നാണ് കിട്ടുന്നത്, അതുമായി ബന്ധപ്പെട്ട കുറെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് എന്ന് പറയുന്നത് കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. ഇത് പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് പ്രിന്റ് ഔട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു പ്രിന്റ് ഔട്ട് വേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോ വേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട്, അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. Then a receipt of tuition fee remitted through allotment. നിങ്ങൾ ടോക്കൺ ഫീ അടച്ചതിന്റെ റെസീപ്റ്റും ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അതുപോലെ തന്നെ ഒറിജിനൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ TC ഉണ്ടായിരിക്കണം. ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് from the institution last attended. Contact certificate shall be obtained within 6 months prior to date of admission. Okay, നിങ്ങളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും TC ഒക്കെ 6 മാസത്തിൽ താഴെയുള്ളതായിരിക്കരുത് എന്നുള്ളതുമുണ്ട്. Then original mark list of the qualifying examination, higher secondary or equivalent and the pass certificate is applicable. അതായത് നിങ്ങളുടെ എല്ലാത്തിന്റെയും 10th ആയാലും +2 ആയാലും, ഇനിയിപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസ് ആയിരിക്കും ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നഴ്സിങ്ങിനോ എന്തെങ്കിലും ചേരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടതാണ്. ദെൻ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം എനി യൂണിവേഴ്സിറ്റി ഇൻ കേരള ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ്ഡ് എ ക്വാളിഫയിങ് എക്സാമിനേഷൻ അതർ ദാൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഓർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഓർ ദ എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ CBSE, ICSE, ISC ആൻഡ് ഓർ ഡിഗ്രി ഫ്രം അതർ യൂണിവേഴ്സിറ്റീസ് ഓർ ബോർഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരുപാട് കുട്ടികൾ +2 കഴിഞ്ഞിട്ട് നഴ്സിംഗ് എടുക്കുന്നവരുണ്ടാകും. പല കുട്ടികളും ചിലപ്പോൾ ഡിപ്ലോമ കോഴ്സസോ ഡിഗ്രി കോഴ്സസ് എന്തെങ്കിലും എടുത്തിട്ട് വരുന്ന കുട്ടികളും ഉണ്ടാകും. അങ്ങനെയുള്ള കുട്ടികളും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. ദെൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഈഫ് ആപ്ലിക്കബിൾ, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും വേണ്ടതാണ്. ഇതെല്ലാം നിങ്ങൾ മുന്നേ പഠിച്ചെടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. Then physical fitness certificate in the relevant format obtained from a medical practitioner not below the rank of assistant surgeon given in annexure X of the prospectus 2025. പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത് എന്നുള്ളത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററിലെയോ അസിസ്റ്റന്റ് സർജൻ, അതിൽ കുറയാത്ത റാങ്ക് ഉള്ള ഡോക്ടറിനെ കൊണ്ടാണ് നിങ്ങൾ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വാക്സിൻ സർട്ടിഫിക്കറ്റ്, അതിനെപ്പറ്റി നമുക്ക് പറയാം. Certificate showing that the candidate has got himself or herself vaccinated against hepatitis B. ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡയറക്റ്റ് ചെന്ന് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന കോളേജ് അനുസരിച്ച്. ഇപ്പോൾ നമുക്ക് ഈ അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി തേർഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ളത്. ഇപ്പോഴല്ല നിങ്ങൾ അഡ്മിഷൻ എടുക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കാനുള്ള സമയമാണ്. ഇനി തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന കോളേജ് ഏതാണോ ആ കോളേജിൽ ചെന്നതിന് ശേഷം മിക്ക കോളേജസിലും പറയാറുണ്ട് അവർക്ക് ഹോസ്പിറ്റൽ, അതായത് കിംസ് ട്രിവാൻഡ്രം ആണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ കിംസ് ഹോസ്പിറ്റലിൽ തന്നെ അവർ വാക്സിനേഷന്റെ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ, അതുപോലെ തന്നെ ചില കോളേജസിലാണെങ്കിൽ പുറത്തുനിന്ന് എടുത്തിട്ട് വരാൻ പറയും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കോളേജിൽ പോയതിന് ശേഷം അഡ്മിഷൻ സമയത്ത് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോഴേ ചെന്ന് വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമില്ല.
ഇൻകം സർട്ടിഫിക്കറ്റ് ഫ്രം കൺസേൺഡ് റവന്യൂ അതോറിറ്റി, നിങ്ങളുടെ ഒറിജിനൽ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ അണ്ടർടേക്കിംഗ് ആസ് പെർ ക്ലോസ് 14.2 വൈഡ് അനക്സ്റ്റർ. ഓക്കെ, ദെൻ എനി അതർ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതേഴ്സ് ദാൻ വൺ ഓൾറെഡി പെയ്ഡ് വൈബ് ആപ്ലിക്കബിൾ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ഹാവ് ടു റെമിറ്റഡ് ബൈ ദ കാൻഡിഡേറ്റ് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് അഡ്മിഷൻ ഇൻ ദ കോളേജ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവരെല്ലാം നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വാങ്ങി വെക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 4 വർഷത്തിന് ശേഷം, ഇപ്പോൾ നഴ്സിംഗ് നിങ്ങളുടെ 4 വർഷത്തിന് ശേഷം മാത്രമേ ആ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി എടുത്ത് വെക്കാവുന്നതാണ്. ഓരോ സർട്ടിഫിക്കറ്റിന്റെയും കോപ്പി എടുത്ത് വെക്കുക. അത് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ ഡയറക്റ്റ് വിളിച്ച് അന്വേഷിക്കാനുള്ള കോൺടാക്ട് നമ്പർ എല്ലാം പ്രോസ്പെക്ടസിലുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോളേജിൽ വിളിച്ച് ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ വേണം. ഞാൻ പഠിച്ച സമയത്ത് ഒരു 7 ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഫോട്ടോസ് ഒക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ പല കോളേജസും ഡിഫറെന്റ് രീതിയിലായിരിക്കും ഫീസ് എടുക്കുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ ചില ഹോസ്പിറ്റൽസിലാണ് അല്ലെങ്കിൽ കോളേജസിലാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിരിക്കും നിങ്ങൾ ഫീ കൊടുക്കേണ്ടി വരുന്നത്. ചില ഹോസ്പിറ്റൽസിലാണ് അല്ലെങ്കിൽ കോളേജസിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലാൻ വഴി അടച്ചതിന് ശേഷം ആ റെസിപ്റ്റ് തിരിച്ച് കോളേജസിൽ കൊടുക്കേണ്ടതായിട്ടാണ് വരുന്നത്. അത് ഓരോ കോളേജ് അനുസരിച്ച് വാരി ചെയ്യുന്നതായിരിക്കും. കുട്ടികൾ ചോദിച്ചതാണ് വാക്സിനേഷൻ നിർബന്ധമാണോ എന്നുള്ളത്. വാക്സിനേഷൻ നിർബന്ധമാണ്. കാരണം നിങ്ങൾ കയറാൻ പോകുന്ന ഒരു മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അതിനനുസരിച്ചുള്ള ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളും വേണം. നിങ്ങൾ നോക്കുന്ന പേഷ്യൻസ് ഹെപ്പറ്റൈറ്റിസ്, HIV, എയ്ഡ്സ് അങ്ങനെ പല രീതിയിലുള്ള പേഷ്യൻസിനെ നിങ്ങൾ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ വാക്സിൻസ് എടുക്കുന്നത്. ഇത് നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എല്ലാവരും ഇത് കയറുന്ന സമയത്ത്, മെഡിക്കൽ ഫീൽഡിൽ കയറുന്ന ഒട്ടുമിക്ക സ്റ്റുഡൻസും ആൻഡ് ഓൾസോ സ്റ്റാഫും വാക്സിനേഷൻ എടുത്തിട്ടുള്ളവരാണ്. നഴ്സിംഗിന് മാത്രമല്ല പാരാമെഡിക്കലിൽ ഏത് സബ്ജക്ട്സ് എടുത്താലും ഇതുപോലെ നിങ്ങൾക്ക് വാക്സിനേഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറേ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ഫോമാണ് നമുക്ക് പ്രോസ്പെക്ടസിൽ കാണിച്ചിരിക്കുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഡോക്ടറിനെ കൊണ്ടാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഹൈപ്പ് കൂടെ ചെയ്യുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.